കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാക്കിളി ഞാൻ. കതിര് കാണാക്കിളി ഞാൻ എന്നാണോ കതിര് കാണാക്കിളി നീ എന്നാണോ ഞാൻ മറന്നുപോയി. രണ്ടായാലും വലിയ വ്യത്യാസമില്ല. ഇത് യേശുദാസിൻ്റെ ആദ്യകാലത്തുള്ള ഒരു സിനിമാ പാട്ടാണ്. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട് പിന്നെ അധികം കേൾക്കാതായ ഒരു ഗാനവുമാണ്. ഇപ്പോഴും വല്ല ചിത്രഗീതത്തിലേക്ക് ഇതുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ പാട്ട് ഓർമ്മിക്കാൻ കാരണം നമ്മുടെ ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ നമുക്കറിയാം, അവരങ്ങനെ ഒരു കതിര് കാണാക്കിളിയൊന്നുമല്ല. ഏതോ ഹൈസ്കൂളിൽ ഫിസിക്സ് പഠിപ്പിച്ചു വരുന്നൊരു അധ്യാപികയാണ്. വളരെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും അഭിമുഖീകരിക്കുന്ന ആളാണ്. ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയവും പാരമ്പര്യവും ഉണ്ട്. ആദ്യം MLA ആയിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. പിന്നീട് വീണ്ടും ജയിച്ച് MLA മന്ത്രിയായി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കാരണഭൂതനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ച ആളാണ്. അങ്ങനെ ഇത്തവണ മന്ത്രിയാവും. ഒരുപക്ഷേ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ടീച്ചറായിരിക്കും എന്നൊക്കെ ആളുകൾ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മറ്റ് പല കാരണങ്ങളാൽ ടീച്ചർ ഒഴിവാക്കപ്പെട്ടു. അവരിപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ്. എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് മാത്രം വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളാണ്. ടീച്ചർ ചിരിക്കുന്നത് തന്നെ അപൂർവമാണ്. അങ്ങനെ കൊഞ്ചിക്കുഴയുന്ന സ്വഭാവക്കാരിയല്ല. അവരെ കാണുമ്പോൾ നമുക്കും ഒരു ഗൗരവം തോന്നും. ഗൗരിയമ്മയുടെ അത്ര ഗൗരവമില്ല, എന്നാലും പൊതുവേ ഗൗരവക്കാരിയാണ് ടീച്ചർ. ആ ടീച്ചർ ഇത്തവണ വടകര മണ്ഡലത്തിൽ വലിയ മത്സരത്തിലാണ്. വടകരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഷാഫിയാണ്, ഷാഫി പറമ്പിൽ. അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ വന്നുകൂടി തന്നെ വലിയ ഒരു ഇളക്കം അവിടെ ഉണ്ടായി. കോൺഗ്രസ്സുകാരും ലീഗുകാരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സ്ത്രീകൾ ഒക്കെ വലിയ ആവേശത്തിലാണ്. അവർ മുരളീധരനെ കൊടുത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടിയിട്ട് ഷാഫിയെ ജയിപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം വല്ലാതെ ചൂടായി. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം CPM-കാരിലെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് വടകര. ഇടതുപക്ഷത്തിൻ്റെ ഒന്നാമത്തെ സീറ്റ് വടകരയാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റ് മണ്ഡലങ്ങൾ വരികയുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് വടകരയിൽ നിന്ന് ജയിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. ആദ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു, വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു, കഴിഞ്ഞ തവണ മുരളീധരൻ ജയിച്ചു. തവണ മുരളീധരൻ തൃശ്ശൂർക്ക് പോയതുകൊണ്ടാണ് ഷാഫിയെ അവിടെ ഇറക്കിയത്. ഷാഫി ഗംഭീരമായിട്ട് പ്രചരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ. വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ജയിക്കാൻ വേണ്ടിയിട്ട് പലവിധ അഭ്യാസങ്ങളും പയറ്റുന്നുണ്ട്. അങ്ങനെ ഈ മത്സരം പിന്നെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ പാനൂർ ബോംബ് കേസുണ്ടായത്. നമ്മളുണ്ടാക്കും ബോംബെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന സിദ്ധാന്തം അനുസരിച്ച് പാനൂർ ബോംബുണ്ടായിക്കൊണ്ടിരുന്ന ചില ചെറുപ്പക്കാർ, സന്നദ്ധ പ്രവർത്തകർ എന്നും പറയാം, സന്നദ്ധ പ്രവർത്തകർ ബോംബുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കയ്യബദ്ധം പറ്റി അതൊരു ബോംബ് പൊട്ടി. ഒരാൾ മരിച്ചു, വേറെ ചിലർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി. അപ്പോൾ പാർട്ടി അവരെ തള്ളിപ്പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ ബോംബുണ്ടാക്കിയിരുന്ന ആൾക്കാർ ഡിഫിക്കാരാണ്. ഡിഫി വേറെ, പാർട്ടി വേറെ. CPM-ഉം DYFI തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ DYFIയുടെ പഴയ സെക്രട്ടറി കൂടിയായ ഗോവിന്ദൻ മാഷ് പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങനെ CPM അല്പം പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് തൊഴിലുറപ്പുകാരെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് പിന്നെയും ഒരു പ്രശ്നമുണ്ടായി. കുറേ തൊഴിലുറപ്പുകാരെ സംഘടിപ്പിച്ച് CPM അവിടെ വലിയ റാലി ജാഥയൊക്കെ നടത്തി. അതും കഴിഞ്ഞപ്പോഴാണ് ടീച്ചർക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങൾ നടക്കും. ടീച്ചറെ അപമാനിക്കുന്നു, ടീച്ചർക്കെതിരെ സൈബർ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ പരാതി വന്നിരിക്കുകയാണ്. ടീച്ചറെ ആക്ഷേപിക്കുന്ന രീതിയിൽ പോസ്റ്റിട്ട ഒരു ലീഗുകാരനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഏറ്റവും അവസാനം കേട്ടത്. ഈ ലീഗുകാരും കോൺഗ്രസ്സുകാരും പല വകത വൃത്തികേടുകളൊക്കെ കാണിക്കും. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഷാഫി പറമ്പിലിന് എങ്ങനെ വരും എന്ന് നമുക്കറിയില്ല. ടീച്ചറെ ആക്ഷേപിക്കുന്ന ചില പോസ്റ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊന്ന്, ഇവർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന പലവിധ അഴിമതികളാണ്. അതിനൊക്കെ ടീച്ചർക്ക് പങ്കാളിത്തമുണ്ട്, ടീച്ചർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞ് ടീച്ചർക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്ന് നമുക്കറിയാം. ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആൾക്കാർ അമേരിക്കയിൽ നിന്ന് വിളിക്കും, കാനഡയിൽ നിന്ന് വിളിക്കും, ഗോട്ടിമാലയിൽ നിന്ന് വിളിക്കും. ടീച്ചറെ കേരളത്തിലേക്ക് വരാൻ എന്താ മാർഗം? കേരളത്തിലുള്ള അത്ര നല്ല പ്രതിരോധ പ്രവർത്തനം ഷിക്കാഗോയിൽ പോലും ഇല്ല എന്നൊക്കെ ആളുകൾ ടീച്ചറെ വിളിച്ച് പറഞ്ഞു. ടീച്ചർ അതൊക്കെ കേട്ട് വിശ്വസിച്ച് പിറ്റേ ദിവസം ടെലിവിഷൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇന്നലെ ഒരാൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചു, മിനിയാന്ന് ഒരാൾ ജനകീയ ചൈനയിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അതിലപ്പുറം ടീച്ചർക്ക് ഇതിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് കാരണഭൂതൻ്റെ ഓഫീസിൽ നിന്നാണ്. PPE കിറ്റ് വാങ്ങിയതും അവിടെ നിന്നാണ്, N95 മാസ്ക് മേടിച്ചതും അവിടെ നിന്നാണ്, അതിൻ്റെ വില നിശ്ചയിച്ചതും അവിടെ നിന്നാണ്, അതിൻ്റെ കമ്മീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റിയതും അവിടെ തന്നെയാണ്. ഇതിലൊന്നും പാവം ടീച്ചർക്കൊരു പങ്കുമില്ല. പക്ഷേ ഈ ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും അതറിയില്ല. അവർ ടീച്ചറെ ഇതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഒന്ന്, നമ്മുടെ പാലത്തായി കേസിലെ പപ്പൻ മാഷിനെ ജാമ്യത്തിൽ വിട്ടതുമായി ബന്ധപ്പെട്ടാണ്. പപ്പൻ മാഷിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണ്.
അദ്ദേഹത്തെ കുറേ ദിവസം ജയിലിൽ പാർപ്പിച്ചതും ശരിയാണ്. പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇയാൾക്ക് അതിൽ വലിയ പങ്കൊന്നുമില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വരികയും പിന്നെ സർക്കാർ ഇടപെട്ട് അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും, എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ പപ്പൻ മാഷിന് ഈ നിർദ്ദിഷ്ട കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കോടതി മോചിപ്പിച്ചു. അതിന് ശൈലജ ടീച്ചർക്ക് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല. ടീച്ചറുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത് എന്ന് പറയപ്പെടുന്നു, അത്രേ ഉള്ളൂ. അതും ഈ പറഞ്ഞ പോലെയാണ്. എന്നാലും രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഈ ഇവിടെ കൊച്ചി മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി പനി പിടിച്ച് മരിച്ച സംഭവം. അതിൽ ഈ പെൺകുട്ടി കണ്ണൂർ ജില്ലക്കാരിയാണ്. ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. കുട്ടി മരിച്ചു. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു. അന്വേഷണത്തിൽ ഏറ്റവും അവസാനം ഇതിൽ കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ട ഡോക്ടർ, അദ്ദേഹം എറണാകുളത്തെ പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്, അതിഗംഭീരനായ ഫിസിഷ്യനാണ്. ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ കേരള മുഖ്യമന്ത്രിയൊക്കെ പരിശോധിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയത്. അദ്ദേഹത്തിന് അതിൽ വലിയ പങ്കൊന്നുമില്ലെന്ന് കണ്ടെത്തി. അതും ടീച്ചറുടെ പെടലിലേക്കാണ് ഇവർ ചാരുന്നത്. ഇതൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. അങ്ങനെയുള്ള ആരോപണം ആർക്കും ആരെക്കുറിച്ചും ഉന്നയിക്കാം. ടീച്ചറെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സദാചാരത്തെക്കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ സീരിയസ് ആണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. ഇനി അൺഫൗണ്ടഡ് അലിഗേഷൻ ടച്ചിങ് ദി പേഴ്സണൽ ക്യാരക്ടർ ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറയും. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. അത് ഗുരുതരമായ പ്രശ്നമാണ്. മാത്രമല്ല, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ പെരുമാറ്റം, അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള ആക്ഷേപം, അവഹേളനമൊക്കെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇനി ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് അഴിമതിയാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ആരെക്കുറിച്ച് നടത്താൻ പാടില്ല. ശൈലജ ടീച്ചറെക്കുറിച്ച് നടത്താൻ പാടില്ല, ശോഭന ജോർജിനെ കുറിച്ച് നടത്താൻ പാടില്ല. ഇത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ KK രമയ്ക്കെതിരായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ ആക്ഷേപമാണ് ആ സ്ത്രീയെക്കുറിച്ച് ഇന്ന ദിവസം പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരു മാർക്സിസ്റ്റ് മർക്കടൻ ഇവരെക്കുറിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഓർമ്മിക്കുന്നില്ല. ഉമാ തോമസിനെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പോട്ടെ, ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന നമ്മുടെ പത്മജ വേണുഗോപാൽ അവർ മൂന്നപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവരെ അവമാനിക്കാൻ വേണ്ടി സഖാക്കൾ എന്തൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത്. യശശരീരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച്, മകളുടെ ഭർത്താവിനെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ ആക്ഷേപങ്ങളാണ്, എന്തൊക്കെ അവഹേളനമാണ് ഇവർ നടത്തിയത്. അതൊന്നും ഇപ്പോൾ സഖാക്കൾക്ക് ഓർമ്മയില്ല. സഖാക്കൾക്ക് ഇപ്പോൾ ഓർമ്മയുള്ളത് ആകെ ശൈലജ ടീച്ചറുടെ കണ്ണീര് മാത്രമാണ്. അപ്പോൾ ശൈലജ ടീച്ചർ കരഞ്ഞപ്പോൾ സഖാക്കൾക്കൊക്കെ വലിയ സങ്കടം. ഇനിയിപ്പോൾ സാംസ്കാരിക നായകന്മാരും നായികമാരൊക്കെ നാളെ തൊട്ട് രംഗത്ത് വരും. KK രമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും ഒരു പ്രയാസവും തോന്നിയില്ല. നിഷ പുരുഷോത്തമനെ അവഹേളിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അതുപോലെ ഓരോ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീയെക്കുറിച്ചും, അത് ശോഭ സുരേന്ദ്രനായിക്കോട്ടെ, അല്ല ശോഭന ജോർജ് ആയിക്കോട്ടെ, അവർ കോൺഗ്രസ്സിൽ ഇരുന്ന കാലത്ത്, ഇപ്പോഴല്ല, അപ്പോൾ അവർ പാർട്ടി സഖാത്തിയായിട്ട് മാറിയില്ല. കോൺഗ്രസ്സിലും BJPയിലും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളും അവഹേളനവുമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളുമായിട്ട് വന്നത്. ഇനി സാക്ഷാൽ ശൈലജ ടീച്ചറോട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ശൈലജ ടീച്ചറും കൂടി അസംബ്ലിയിലുള്ളപ്പോഴല്ലേ KK രമയെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സഖാവ് MM മണി ആഭാസകരമായ പരാമർശങ്ങൾ നടത്തിയത്? അപ്പോൾ ടീച്ചർ എന്തെടുക്കായിരുന്നു? ടീച്ചറുടെ വായിൽ ആ സമയത്ത് അവലോസ് പൊടിയായിരുന്നു. ടീച്ചർ എന്താണ് ഒന്നും പ്രതികരിക്കാഞ്ഞത്? പോട്ടെ, അന്നത്തെ സ്പീക്കറായിരുന്ന ഇപ്പോഴത്തെ മദ്യവകുപ്പ് മന്ത്രി, അദ്ദേഹം എത്ര പ്രയാസപ്പെട്ടാണ്, എത്ര ബുദ്ധിമുട്ടിയാണ് സഭാ നടപടിയിൽ നിന്ന് ആ വാക്കുകൾ നീക്കം ചെയ്തത്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി നേരിട്ട് ഗുണദോഷിച്ചതിന് ശേഷമാണ് മണിയാശാന് അദ്ദേഹം പറഞ്ഞതിൽ ചെറിയ അപാകത പറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യമായി. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരാണ് ബാക്കി പാർട്ടിക്കാരെ സദാചാരം പഠിപ്പിക്കുന്നത്, സൈബർ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ കലികാല വൈഭവം എന്നല്ലാതെ നമുക്ക് യാതൊന്നും പറയാനില്ല. ടീച്ചറുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേർന്നു. അങ്ങനെ ആരെക്കുറിച്ചും ആക്ഷേപിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് CPMകാർക്ക് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ലീഗുകാർക്കും പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ലാത്തവർക്കും തുല്യ നിലയിൽ ബാധകമാകണം. ബാധകമായേ മതിയാവുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.